കൃഷ്ണരാജ്, നമുക്ക് അനഘ തയ്യാറാണ്. നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ ഈ ഒരു പ്രസംഗം കേട്ടതിന് ശേഷം ആവേശഭരിതരായി തിരിച്ചു പോകുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്കൊപ്പമാണ് അനഘ ചേരുന്നത്. അനഘ വലിയ ആവേശക്കാഴ്ചയായിരുന്നു കോട്ടമൈതാനിയിൽ കണ്ടത്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ, മുൻപ് ഉണ്ടായ കാര്യങ്ങൾ അതെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തിയതിന് ശേഷം അത് കേട്ട് ഊർജ്ജസ്വലരായി തിരിച്ചു മടങ്ങുന്ന ആളുകൾക്കിടയിലാണല്ലോ അനഘയുള്ളത്. അനഘ, പറയൂ. ഗൗതം, കൃഷ്ണരാജ്, വലിയ ആവേശമായിരുന്നു ഈ കോട്ടമൈതാനി പരിസരത്ത് ഉണ്ടായിരുന്നത്. മോദിയെ കാണാൻ വന്നപ്പോഴുണ്ടായിരുന്ന അതേ ആവേശം മോദിയെ കണ്ടു മടങ്ങിയ ഒരു പറ്റം ആളുകൾക്കിടയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ മടങ്ങിയവരുടെ കൂട്ടത്തിൽ, ഇവിടെ വന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. അതിൽ ഏറ്റവും ആദ്യം മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്, ഞങ്ങൾക്ക് മോദിയെ കാണണമെന്ന് പറഞ്ഞ് ഇവിടേക്ക് ഇരിച്ച് എത്തിയത് അത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘമായിരുന്നു. നമ്മൾ നേരത്തെ ഗൗതവും കൃഷ്ണരാജും പറഞ്ഞതുപോലെ ഒരു കുഞ്ഞാണ് ഒരു പ്ലക്കാർഡുമായി അത് മോദിജിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അങ്ങനെയാണ് അത്രയധികം ആഴത്തിൽ ഓരോ കുട്ടിയുടെയും ഓരോ പൗരന്റെയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരേ ഒരു ലോക നേതാവ്, ലോകാരാധ്യനായ നേതാവ്. അത് പറയുകയാണെങ്കിൽ അതിനൊരേ ഒരു പേര് മാത്രമേ ഉള്ളൂ, നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നുള്ളത്. 140 കോടി ജനങ്ങളുടെ വിശ്വാസവും തോളിലെത്തിയാണ് അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇന്ന് പാലക്കാടിൻ്റെ മണ്ണിൽ അദ്ദേഹം എത്തി നിരവധി ഗ്യാരണ്ടികൾ പാലക്കാട്ടെ ജനങ്ങൾക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെ മോദി എത്തിയിട്ടുണ്ടോ, അവിടെയൊക്കെ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടോ, ആ ഗ്യാരണ്ടിയൊക്കെ നടപ്പാക്കിയ ചരിത്രം NDA സർക്കാരിനുണ്ട്. അത്തരത്തിൽ പാലക്കാട്ടെ കർഷകരുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അത് പരിഹരിക്കും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ ഗ്യാരണ്ടി എന്നാണ് നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടി അത് നടപ്പിലാക്കിയ ചരിത്രം മാത്രമാണ് NDAക്കുള്ളത്. അതുകൊണ്ട് അത് നടപ്പിലാക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം എല്ലാം എന്തൊക്കെയാണോ സമീപകാലത്തെ കേരള രാഷ്ട്രീയം അത് മുഴുവൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് മുഴുവൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് ഒരു MLA ആണ് സ്ത്രീകളോട് അതിമോശമായി പെരുമാറിയിരിക്കുന്നത്. പക്ഷേ NDA സ്ത്രീകളിലൂടെയുള്ള വികസനം, സ്ത്രീകളിലൂന്നിയുള്ള വികസനം അത് മാത്രമാണ് NDA മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇവരൊക്കെ എനിക്ക് നേരത്തെയൊക്കെ തന്നെ ഇവിടെ ഒരു വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത്. ഇപ്പോഴും ഇവിടെ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. മോദിജീനെ കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട് ആവേശം? ആവേശമുണ്ട്. നിങ്ങളെല്ലാം മോദിജീനെ കണ്ടോ? എന്ത് തോന്നി? ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പോൾ കാണാൻ പറ്റിയില്ല, എന്നാലും കാണാൻ പറ്റിയിട്ടുണ്ട്. സ്ക്രീനിൽ തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ ദൂരെ നിന്ന് കണ്ടതുകൊണ്ട് കുറച്ച് തന്നെ കാണാൻ പറ്റുള്ളൂ. സന്തോഷമായി, നല്ലോണം അടിപൊളി. കണ്ടോ ഗൗതം, ഇവിടെ ഇങ്ങനെ കൊച്ചു മിടുക്കന്മാരൊക്കെയാണ് ഇങ്ങനെ വന്ന് പറയുന്നത്. ഒരു നോക്ക് കാണാൻ പറ്റി, ദൂരെ നിന്നാണെങ്കിലും ഒരു നോക്ക് കാണാൻ പറ്റി എന്നൊക്കെ പറയുന്നത്. ഇതൊരു യുവത്വമാണ്, ഒരു യുവാക്കളാണ് ഒരു ജനനേതാവിൻ്റെ പുറകിൽ ഇങ്ങനെ ഈ ചെറുപ്രായത്തിൽ തന്നെ അണിനിരക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിരവധി ഗ്യാരണ്ടികൾ ഈ പാലക്കാട്ടെ ജനങ്ങൾക്ക് മുന്നിൽ മോദിജി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുമെന്ന് ഉറപ്പുള്ള, ആർജവമുള്ള ഒരു സർക്കാരാണ് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് അവിടെ താമര ഉണ്ടാകും. NDA ചരിത്രത്തിൽ ആദ്യമായി വലിയ വിജയം പാലക്കാട് ഉണ്ടാക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നടപ്പിലാക്കും. ഇനി ബാലറ്റ് പെട്ടി തുറക്കുന്ന സമയത്ത് അതിനുള്ള ഉത്തരം, മോദിജി പറഞ്ഞതിനൊക്കെയുള്ള ഉത്തരം ജനം കൊടുക്കുമെന്നാണ് NDA ക്യാമ്പ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഓക്കെ അനഘ ഹർഷൻ, തുടരുക. എന്തായാലും കോട്ട മൈതാനത്തിന് പുറത്ത് അനഘ നിൽക്കുകയാണ്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ടതിന് ശേഷം ആയിരക്കണക്കിന് ആളുകൾ തിരിച്ച് ആവേശത്തോടുകൂടി പ്രധാനമന്ത്രിയെ കണ്ടതിന്റെ ആ ഒരു ആവേശം മനസ്സിലും ശരീരത്തിലും എടുത്തുകൊണ്ട് അതൊരു വലിയ ഊർജ്ജമാണ്. ഇനി ഇത് കഴിഞ്ഞാലുടൻ ചെന്ന് ഇറങ്ങേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഇടങ്ങളിലേക്കാണ്. ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിക്കണം, വിശ്വസ്തനായ നേതാവിനെ കണ്ടത് പറയണം, പറഞ്ഞ ഗ്യാരണ്ടികൾ ഓർമ്മിപ്പിക്കണം. BJP വന്നാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കൊടുക്കണം, ധരിപ്പിക്കണം. അതെല്ലാവർക്കും അറിയാം. BJP ഭരിക്കുന്ന ഇടങ്ങളിൽ വികസനം എന്താണെന്നറിയാം. ഞാനത് പലവട്ടം പറഞ്ഞതാണ്. വിവാദങ്ങൾക്ക് പിറകെ പോകുന്നില്ല. ഇപ്പോൾ നേമത്ത് തന്നെ V ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേഖരനെ വെല്ലുവിളിക്കുന്നു, നമുക്ക് സംവദിക്കാൻ വരൂ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സമയം അങ്ങോട്ട് പറയാം, നമുക്ക് സംവദിക്കാം, പക്ഷേ പറഞ്ഞുടൻ വരികയല്ലല്ലോ, ഞാൻ സമയം പറയാമെന്ന് പറയുന്നത്. അപ്പോൾ വികസന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ നേതൃസമൂഹമായി BJPയുടെ നേതാക്കൾ മാറുന്നു. അതിനെ നയിക്കുന്നത് വിശ്വനേതാവായ നരേന്ദ്രമോദി. ആ ഊർജ്ജത്തോടു കൂടിയാണ് അവരെല്ലാം ഇറങ്ങിപ്പോകുന്നത്.